പെരുന്നാക്കുള്ള ഫാമിലിയിലുള്ള എല്ലാവർക്കും ചെറിയൊരു ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ. എൻ്റെ വകയല്ല, വേറെ ആളെ വകയാണ്. ആർക്കെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇന്ന് പെരുന്നാളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാലുള്ളൂ നമുക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി നാളെയല്ല മറ്റന്നാളാണ് പെരുന്നാളെന്നുണ്ടെങ്കിൽ നാളെ രാത്രി കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഒക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ 2 കിറ്റ് ഇവിടേക്കുണ്ട്. ഒന്ന് ഇവിടേക്ക് ഇങ്ങോട്ടും അമ്മക്കും ഒന്ന് തറവാട്ടുക്കും. അപ്പോൾ ആ 2 കിറ്റ് ഞാൻ ഇങ്ങോട്ട് എടുക്കുകയാണ്. ജാസിൻ്റെയും ഷമീറിൻ്റെയും വകയാണ് കേട്ടോ. ഓല് നോമ്പുതറ ഉണ്ടാക്കണം എന്ന് പറഞ്ഞതാണ്, പക്ഷെ അത് നടന്നില്ല. അപ്പോൾ പെരുന്നാൾക്കുള്ള ഫസ്റ്റ് ദിവസത്തെ ഫുഡ് ഓല വക എന്നുള്ളതാണ്. അരി, ചിക്കന്, പിന്നെ അതിക്ക് വേണ്ട എല്ലാ ഐറ്റംസും അങ്ങനെയാണ് കേട്ടോ. ഇങ്ങനത്തെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും സുനീറാനെയാണ് ഏൽപ്പിച്ചല്ലേ. സുനീർ അപ്പം നാട്ടിലില്ലാത്തതുകൊണ്ട് ആ ഒരു ദൗത്യം എൻ്റെ കയ്യിലാണ് കേട്ടോ. ജാസ് ഈ പെരുന്നാൾ ദിവസം ഓള് ഫ്ലൈറ്റിലാക്കാരം ഓള് തിരിച്ചു പോയി. ഇലുബേബിയുടെയും ജാസിൻ്റെയും ഇക്കൊല്ലത്തെ പെരുന്നാൾ ഫ്ലൈറ്റിലായിട്ടോ. ഓല് പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഷമീറിനെ കാണാൻ പുതിയെന്ന് പറഞ്ഞാണ്ട് പെട്ടെന്ന് തന്നെ ഓലെ കൊണ്ടുപോയി. ഇലുബേബിയുടെ ഫസ്റ്റ് പെരുന്നാളാണ് കേട്ടോ. അതെന്തായാലും എനിക്ക് നാട്ടിൽ ആഘോഷിക്കാൻ പറ്റിയില്ല. ഈ ഐറ്റംസ് ഒക്കെ ഞാൻ വ്യാഴാഴ്ച തന്നെ കൊടുന്ന് വെച്ചു. കാരണം വെള്ളി പെരുന്നാളായാൽ നമുക്ക് പെട്ടെന്ന് ഓടണ്ടല്ലോ. ദിവസം കണ്ട് പെരുന്നാളാന്ന് ഉറപ്പിച്ചപ്പോൾ ഫസ്റ്റ് ഞാൻ വിളിച്ച ചിക്കൻ കടയിൽ കണ്ടു. അപ്പോൾ ഇതാ കുറച്ച് ചിക്കനൊക്കെ റെഡിയാക്കി വെച്ചു. ഞാൻ അത് എത്തിക്കേണ്ടോടത്തൊക്കെ എത്തിക്കുകയാണ്. ചിക്കൻ വെട്ടി ആവാൻ നമുക്ക് വണ്ടികൾ സെറ്റ് ആവാനും കുറച്ച് ടൈം എടുത്തോണ്ട് കുറച്ച് വൈകിട്ടാണ്ടോ എല്ലായിടത്തൊക്കെ എത്തിക്കാൻ എനിക്ക് പറ്റിയത്. പാത്തും ഷിനാജും കോട്ടാപ്പുറത്തുണ്ടായിരുന്നു. അപ്പോൾ ഓൾക്കുള്ളത് ഞാൻ ഇവിടെ നിന്ന് തന്നെ അങ്ങോട്ട് കൊടുത്തു. പിന്നെ ഇതാ ഇവിടെ ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും ഏകദേശം 12:30 കേൾക്കും കേട്ടോ. കിടന്നുറങ്ങിയോലെ വിളിച്ചുണർത്തിയിട്ടാണ് കൊടുക്കുന്നത്. ചില സ്ഥലത്തൊക്കെ ഞാൻ മെസ്സേജ് ഇട്ട് വെച്ചിരുന്നു ഞാൻ വരുന്നുണ്ട് ഉറങ്ങണ്ട എന്നുള്ളത്. അപ്പോൾ 12-നും 1 മണിക്കൊക്കെ ഇങ്ങനെ കറങ്ങുകട്ടെ ഞാൻ. ഇതെനിക്ക് വേറൊരു എക്സ്പീരിയൻസ് ആയിട്ടോ. എല്ലാ പെരുന്നാൾ തലേ ദിവസം ഒരേപോലെ ആയി കഴിഞ്ഞാൽ ഒരു വൈബ് ഉണ്ടാവില്ലല്ലോ. പിന്നെ അതാ ബാക്കി വന്ന കിറ്റുകൾ ഇനി ഇവിടേക്കുള്ളതും പിന്നെ കൊടുക്കാനുള്ളതൊക്കെയാണ്. പിന്നെ രാത്രി ഞങ്ങൾ 1:45 കഴിഞ്ഞിട്ടാണ് മൈലാഞ്ചി ഇടുന്നത്. എനിക്ക് മൈലാഞ്ചി ഇട്ടിരുന്നത് നിതയാണ്. അപ്പോൾ ഇതാ ചെറിയൊരു ഡിസൈനൊക്കെ കൂടി ചെയ്ത് തന്നു. മോനും ആ ടൈമിലൊക്കെ ഓഫീസിലാണ്. കാരണം പെരുന്നാളാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടൈമിൽ മോനും ഓഫീസ് പോകണം കേട്ടോ. മോനുവിന് പിറ്റേ ദിവസം പെരുന്നാളിന് രാവിലെ ഉള്ളു എത്തുക. അപ്പോൾ എന്തായാലും നിതയും ഞാനും മൈലാഞ്ചി ഒക്കെ ഇട്ട് കുറേ നേരം ഇരുന്നു. സമയം 1:48. അപ്പോൾ ഇതാണ് നമ്മളെ മൈലാഞ്ചി ഡിസൈൻ. എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. മൈലാഞ്ചി ഇട്ട ലൈറ്റ് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ സുനീറ എത്തിയിട്ടില്ല കേട്ടോ. ഞങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളൂ. സുനീറ വന്നില്ല, നാളെ എത്തോളൂ. പറ്റാ. എല്ലാവർക്കും ഈദ് മുബാറക്ക്. പിന്നെ പ്രത്യേക ഒരു കാര്യം, പെരുന്നാളായിട്ട് എന്താ ഇവിടെ തന്നെ എക്കണമെന്ന് ചോദിക്കണ്ട. ഞാൻ പിറ്റേ ദിവസം രാവിലെ തന്നെ അവിടെ നിന്ന് കഴിച്ചിലേക്കുണ്ട്. അപ്പോൾ ഈ ഐറ്റംസ് ഒക്കെ എത്തിക്കേണ്ടോടത്ത് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ നിന്നത്. മൈലാഞ്ചൊക്കെ നല്ല ചുവന്ന് ചുവന്നിക്കണോ എങ്ങനെ ഉണ്ടെന്നുള്ള കമൻറ്റ് കേട്ടോ. വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.